ലഞ്ച് ബ്രേക്കിൽ കോളേജിൻ്റെ പിറകിലായി അധികം ആളനക്കമില്ലാത്ത ഭാഗത്ത് നിന്ന് നയനയും നിമിഷയും സംസാരിക്കുന്നത് മനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്നേരം അവൻ അവരോട് കാര്യം തിരക്കാൻ നിന്നില്ലെങ്കിലും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പോവാൻ നേരം നയനയെ കാത്ത് മനു പുറത്തു നിൽപ്പുണ്ടായിരുന്നു. മനുവിനെ കണ്ടതും നയന ഒന്ന് ചിരിച്ചെന്ന് വരുത്തി നടക്കാനൊരുങ്ങവേ മനു അവളോട് നിൽക്കാൻ പറഞ്ഞു. നമുക്കിതിരി മാറി നിന്ന് സംസാരിച്ചാലോ? അവനത് പറഞ്ഞതും അവൾ ശരിയെന്ന പോലെ തലയനക്കി. അങ്ങനെ മനു നയനയുമായി കുറച്ച് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. കോളേജിൻ്റെ ബാക്ക് സൈഡിൽ നേരത്തെ താനും നിമിഷയും സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ മാറി നിന്ന് സംസാരിക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അവൾ എന്താണ് നിന്നോട് പറഞ്ഞത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അയ്യോ, ഒന്നും പറഞ്ഞില്ല ചേട്ടാ. ആ ചേച്ചി എന്നെ അവിടെ കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ചു, അത്രയേ ഉള്ളൂ. മനുവിനെ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആ ഒരു പേടിയുടെ പുറത്ത് അവൾ മാന്യമായി പെരുമാറി. ഓക്കെ, ശരി. നയന എന്തിനാണ് ആ ഭാഗത്ത് പോയത്? അവിടെ പെൺപിള്ളേരാരും അങ്ങനെ പോവാറില്ല. അത് പിന്നെ ഞാൻ വെറുതെ ഫോണിൽ സംസാരിച്ച് അറിയാതെ അങ്ങോട്ട് എത്തിപ്പോയതാ. പരിസരബോധം പോലില്ലാതെ നയന ആരോടാ അത്രമാത്രം സംസാരിച്ചത്? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് സംസാരിക്കും. ഇത്തവണ നയന ഇത്തിരി മുഖം കറുപ്പിച്ച് സംസാരിച്ചു. ശരി, അത് നയനയുടെ സ്വകാര്യത. ഞാൻ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. പക്ഷെ നിമിഷ തന്നോട് പറഞ്ഞ കാര്യം എനിക്കറിഞ്ഞേ പറ്റൂ. എൻ്റെ സംശയം ശരിയാണെങ്കിൽ നിമിഷ തൻ്റെ മുന്നിൽ ഒരു ആവശ്യവുമായാണ് വന്നത്. ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റിൽ പ്രിയ ജയിക്കാൻ പാടില്ല, അതാണ് അവൾക്ക് വേണ്ടത്. അത് നയനെ കൊണ്ട് സാധിക്കും എന്നവൾക്ക് നന്നായിട്ടറിയാം. സ്വന്തം ടീമിനെ അറിഞ്ഞുകൊണ്ട് തോൽപ്പിക്കുക എന്ന് വെച്ചാൽ അത് ശരിയാണോ? അവിടെ തോൽക്കുന്നത് ടീം ക്യാപ്റ്റനായ പ്രിയ മാത്രമായിരിക്കില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനാണ്. പ്രിയയുടെ തോൽവി ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാമെന്നും നിമിഷ പറഞ്ഞു കാണും അല്ലേ? ഇതേ ആവശ്യവുമായി അവൾ എൻ്റെ മുന്നിലും വന്നിരുന്നു. ആദ്യയോടെ എനിക്ക് പാർട്ടി സംബന്ധമായ ശത്രുത ഉണ്ടെന്നത് ശരിയാ. അതിൻ്റെ പേരിൽ പലതും ചെയ്ത് കൂട്ടിയിട്ടുമുണ്ട്. ഞങ്ങൾ തമ്മിൽ അടിയും വഴക്കും ഒക്കെ നടത്തുന്നത് ഈ ക്യാമ്പസിനകത്ത് മാത്രമാണ്. കോളേജിന് വെളിയിലെത്തിയാൽ അതൊക്കെ ഞങ്ങൾ മറക്കും. ആദ്യയോടുള്ള ദേഷ്യം പ്രിയയിൽ തീർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. അവളോട് എനിക്കൊരു ദേഷ്യവുമില്ല. ഈ നിമിഷയ്ക്ക് വേണ്ടി എനിക്ക് അവളെ ഒരിക്കൽ ചതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലെനിക്ക് നല്ല കുറ്റബോധവും ഉണ്ടായിരുന്നു. ബാലറ്റ് പെട്ടി ഞങ്ങൾ പൊക്കിയ നേരത്ത് നിമിഷ അവളെ തോൽപ്പിക്കാൻ വേണ്ടി പ്രിയയുടെ കുറച്ച് വോട്ട് നശിപ്പിക്കാൻ എന്നോട് കുറേ പറഞ്ഞതാണ്. അന്നേരം ഞാൻ അവളെ ചതിക്കാൻ കൂട്ടുനിന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് 2 തവണ പോളിംഗ് നടന്നപ്പോഴും അവൾ ജയിച്ചത്. കൂടെ നിന്ന് ചതിക്കുന്നത് അത് ചെറ്റത്തരമാണെന്ന് അറിയാമായിട്ടും എനിക്ക് ചില സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. പ്രിയയെ തന്ത്രപരമായി ആദ്യക്ക് നേരം ഞാൻ ഉപയോഗിച്ചിരുന്നു എന്നത് ശരിയാണ്. അപ്പോഴൊക്കെ എൻ്റെ ഉദ്ദേശം പ്രിയയെ മുൻനിർത്തി ആദ്യയെ തോൽപ്പിക്കുക എന്നതായിരുന്നു. അപ്പോഴൊന്നും പ്രിയയെ ചതിച്ച് തോൽപ്പിക്കണം എന്നെനിക്കില്ലായിരുന്നു. അതിന് കാരണം അവൾ ആദ്യയോടുള്ള വാശിപ്പുറത്താണേലും ഇലക്ഷൻ ടൈമിൽ എൻ്റെ കൂടെ കട്ടക്ക് നിന്നിരുന്നു. അവൾ നേടിയ ഓരോ വോട്ടും അത് അവൾ പൊരുതി നേടിയതാ. പാർട്ടി നോക്കാതെ അവൾക്ക് പലരും വോട്ട് ചെയ്തു. അവൾ വിജയിച്ചു. പ്രിയ ആദ്യ ബന്ധം ശക്തമായപ്പോഴാണ് ആദ്യയുടെ പ്രിയ കൂട്ടുകാർ നിമിഷ എൻ്റെ മുന്നിലേക്ക് ചില ആവശ്യവുമായി വരുന്നത്. അവളുടെ ഉദ്ദേശം പ്രിയ ആദിയിൽ നിന്നും അകറ്റുക എന്നതാണ്. അതിന് എൻ്റെ സഹായം വേണമെന്ന്. അവൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തിയെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അവൾ പറയുന്നതിനൊക്കെ നിന്ന് കൊടുക്കുകയും ചെയ്തു. അതെൻ്റെ തെറ്റ്. ഒരാളോടുള്ള ശത്രുത നമ്മൾ മറ്റൊരാൾ വഴി തീർക്കാൻ പാടില്ലായിരുന്നു. പ്രിയയെ കൊല്ലാൻ തൻ്റെ കൂടെ നിൽക്കുവോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നിമിഷ എന്നോട് ആവശ്യപ്പെട്ടത്. അതോടെ അവളുടെ ഉള്ളിലെ ക്രിമിനൽ മൈൻഡ് എത്രത്തോളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതോടെ അവളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവൾ എന്തും ചെയ്യും. ചില നേരത്തെ അവൾ ഒരു സൈക്കോയെ പോലെ പെരുമാറും. ഞാൻ അവളുമായി ഇനി ഒന്നിനുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ സ്വയം കൈക്ക് പരിക്കേൽപ്പിച്ചു എന്നെ ഭീഷണിപ്പെടുത്തി. സോ നയന അവളുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ചതിക്കാൻ കൂട്ടു നിൽക്കരുത്. പ്രിയോട് തനിക്ക് വ്യക്തിപരമായി എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഒരു കൂട്ടം ആൾക്കാരുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടല്ല. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് താൻ അടങ്ങുന്ന പ്രിയയുടെ ടീമായ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിജയമാണ്. ഞാൻ നന്നായിട്ടുമില്ല, നന്നാവാൻ തീരുമാനിച്ചിട്ടുമില്ല. പക്ഷേ മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് ഇനിയൊന്നും നേടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പറയാൻ എനിക്കെന്ത് അവകാശം എന്ന് നയന കരുതുന്നുണ്ടാവും. അത്യാവശ്യം തരികടൊക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടെ നിന്ന് ചതിക്കുക അത് ശരിയല്ല. ഞാൻ ഒരിക്കൽ മാത്രമേ അങ്ങനെയൊരു പ്രവൃത്തി ചെയ്തിട്ടുള്ളൂ. നയന, ഒരിക്കൽ കൂടെ എല്ലാം ഒന്ന് ചിന്തിച്ച് നോക്ക്. അത്രയും പറഞ്ഞ് മനു അവിടെ നിന്ന് പോയി. മനു നയനോട് മാറി നിന്ന് സംസാരിക്കുന്നത് അതുവഴി പോയ ആദ്യം ശ്രദ്ധിച്ചിരുന്നു. അവൻ നയനയോട് കാര്യം തിരക്കി. എന്താ അവൻ പറഞ്ഞിട്ട് പോയത്? അത് പിന്നെ ആദ്യേട്ടാ, ആ ചേട്ടൻ എന്നോട് പറയുക, ഞാൻ അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കളി തോൽപ്പിക്കാൻ കൂട്ടു നിൽക്കണമെന്ന്. പ്രിയ ജയിച്ചാൽ ആദ്യേട്ടൻ ജയിക്കുന്നതിന് തുല്യമാണെന്ന്. ഞാൻ അപ്പോൾ തന്നെ പറ്റില്ലെന്ന് പറഞ്ഞു. നയന പതർച്ച മറച്ചു പിടിച്ചുകൊണ്ടത് പറഞ്ഞു. ആദ്യം ഒന്ന് നോക്കി.
വലിഞ്ഞു മുറുകിയ മുഖവുമായി ആദ്യം മനു പോയ വഴി ഒന്ന് നോക്കിയതും നയന ഉള്ളിലൂറിയ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ നിഷ്കളങ്കത ചമഞ്ഞുകൊണ്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് അവിടുന്ന് പോയി. കോളേജ് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് നടക്കുകയാണ്. 4 മണി തൊട്ടാണ് പ്രിയയ്ക്കും ടീമിനും ചാൻസ് കിട്ടിയത്. 5 മണി ആയതും പ്രാക്ടീസ് കഴിഞ്ഞു. പൂജയും നയനയും അവിടുന്ന് പോയിരുന്നു. അതിനിടയിലാണ് മനു അങ്ങോട്ട് വരുന്നത്. നയന അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി മനു പ്രിയയുടെ അരികിലേക്ക് നടന്നു. ഒരു നിമിഷം ഒന്ന് വരുമോ, ബുദ്ധിമുട്ടാവില്ലല്ലോ. എന്താ മനുവേട്ടാ? മനു തന്നെ ചതിച്ചു എന്നറിഞ്ഞിട്ടും മനുവിനോടുള്ള പെരുമാറ്റത്തിൽ പ്രിയ അതൊരിക്കലും പ്രകടമാക്കിയിരുന്നില്ല. മനുവും പ്രിയയോട് പുറമേക്ക് നല്ല രീതിയിൽ തന്നെയായിരുന്നു പെരുമാറാറുണ്ടായിരുന്നത്. ഒരു കാര്യം പറയാനുണ്ട്, കുഴപ്പമില്ലല്ലോ? ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രിയ മനുവിൻ്റെ കൂടെ നടന്നു. ഇരുവരും തമ്മിലുള്ള സംഭാഷണം കുറച്ചധികം നേരം നീണ്ടു നിന്നു. പ്രിയയെ അന്വേഷിച്ച് ഗ്രൗണ്ടിൽ വന്ന ആദി ഇരുവരും സംസാരിക്കുന്നത് കാണുകയും ചെയ്തു. ആദിയെ കണ്ടതും മനു സംസാരം അവസാനിപ്പിച്ചു. മനു ആദിയെ മറികടന്നു പോവാൻ നേരം ഇരുവരും പുച്ഛം കലർന്ന നോട്ടം സമ്മാനിച്ചു. മനു നടന്നകന്നതും ആദി പ്രിയയുടെ അരികിലെത്തി. പ്രിയ, കഴിഞ്ഞില്ലേ? സമയമായല്ലോ, ദേ അവരൊക്കെ നിന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദി പറയുന്നത് കേട്ടതും പ്രിയാവിൻ്റെ കൂടെ നടക്കാനൊരുങ്ങി. എന്തായിരുന്നു രണ്ടുപേരും തമ്മിൽ ഒരു ചർച്ച? അവനധികം അടുപ്പിക്കണ്ട കേട്ടല്ലോ. ആദി പ്രിയയുടെ മുഖത്ത് നോക്കാതെ ചോദിച്ചു. അത് ഞങ്ങളുടെ പാർട്ടിക്കാരാണ്, അത് എതിർ പാർട്ടിയായ നിന്നോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രിയ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്റെ ആരുമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞോ? രാഷ്ട്രീയവും ബന്ധങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല ആദി. ഓ, ഒരു രാഷ്ട്രീയക്കാരി വന്നിരിക്കുന്നു. അധികം രാഷ്ട്രീയ പ്രേമമൊന്നും വേണ്ട. ആദിക്ക് പ്രേമിക്കാമെങ്കിൽ എനിക്കും പ്രേമിക്കാം. പ്രേമിച്ചോ, പക്ഷേ അതെന്നെ ആവണം എന്ന് മാത്രം. പ്രേമോ? നിന്നോടോ? എനിക്ക് നിന്നോട് പ്രേമമൊന്നുമില്ല. എന്നിട്ടാണോ ഞാൻ കിസ്സടിക്കുമ്പോൾ സർവ്വതും മറന്ന് നിന്ന് തന്നത്? അന്നേരം എന്നേക്കാൾ ആവേശം നിനക്കായിരുന്നു. ആദ്യം അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞതും പ്രിയ അതിഷ്ടപ്പെടാത്ത മട്ടിൽ അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി പേടിപ്പിക്കേണ്ട, ഞാൻ പറഞ്ഞത് സത്യമല്ലേ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, എനിക്കെൻ്റെ ഉമ്മ ഇപ്പോൾ തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തിരിച്ച് വാങ്ങിക്കാനും എനിക്കറിയാം. ആദി, ഇങ്ങനെ പോയാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും വാങ്ങിച്ചു കൂട്ടും. എന്ത്, ഉമ്മയോ? ആദിയിൽ വീണ്ടും കുറുമ്പ് നിറഞ്ഞു. പോടാ, അടി വാങ്ങിച്ചു കൂട്ടുന്നാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ അതിൻ്റെ 2 ഇരട്ടിയായി മടക്കി തരാൻ എനിക്കും അറിയാം. അതിപ്പോൾ അടിയായാലും ശരി, ഉമ്മയായാലും ശരി. എങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ഞാൻ നിനക്കും തരും. പ്രിയയും വിട്ടില്ല. നീ ആ കൈ ഇങ്ങോട്ട് കാട്ടിക്കേ. ആദിയുടെ പറച്ചിൽ കേട്ട് പ്രിയ അവനൊന്ന് നോക്കിപ്പോയി. കൈ കാണിക്ക്, ആദ്യം ഒന്നുകൂടെ പറഞ്ഞു. പ്രിയ തൻ്റെ 2 കൈയും അവന് നേരെ നീട്ടി. അപ്പം മോതിരം കളഞ്ഞിട്ടില്ല. ഞാൻ കരുതി മോതിരം കളഞ്ഞു കാണുമെന്ന്. ഇന്നലെ കണ്ട പ്രിയ അല്ലല്ലോ ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ചെറുതായി ഡൗട്ട് അടിച്ചതാ. പിന്നല്ലാതെ പരിസരം മറന്ന് റൊമാൻസിച്ചാൽ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ. ശരി, എങ്കിൽ ഇന്ന് രാത്രി വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പഴയ പോലെ കണ്ടുകൊണ്ടേ ഉറങ്ങാം. സോറി, ഞാൻ രേവതി മാമിൻ്റെ കൂടെയാ കിടക്കാറ്, അതുകൊണ്ട് പറ്റില്ല. എപ്പോഴും ഇങ്ങനെ മാമിനെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതിയോ? എനിക്കും കാണില്ല ആഗ്രഹങ്ങൾ. എന്താഗ്രഹങ്ങൾ? ആദിയുടെ ചോദ്യം കേട്ട് പ്രിയ തിരിച്ചു ചോദിച്ചു. നിന്നെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ. ആദ്യ പറഞ്ഞത് കേട്ട് പ്രിയ വീണ്ടും അവനെ ദഹിപ്പിച്ചു നോക്കി. സോറി, നീയുമായി ഇത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ. ഇങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്താൽ പോരെ? പ്രിയ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. ഇതൊരു നടക്ക് പോവില്ല. നീ ആ മോതിരങ്ങ് ഊരിക്കേ. ആദിയുടെ ആ പറച്ചിൽ കേട്ട് പ്രിയ പുരികം ചുളിച്ച് അവനെ ഒന്ന് നോക്കി. എന്തിനാ? പ്രിയ ചോദിച്ചു. അല്ല, ഞാൻ നോക്കട്ടെ, ഇത് റൊമാൻറ്റിക്കായ വേറെ വല്ലവരും കിട്ടുമെന്ന്. നിന്നെ നോട്ടം ഇടാൻ നേരം നിന്റെ ക്ലാസ്സിൽ ആ വെള്ളാരം കണ്ടുള്ള സുന്ദരിയെ നോക്കിയാൽ മതിയായിരുന്നു. എന്താ അവളുടെ പേര്? ദർശന. അവൾക്ക് ആദ്യം എന്നോട് ചെറിയൊരു ചായ്വുണ്ടായിരുന്നു. അവളുടെ കണ്ണും സൂപ്പറാ. ഞാൻ അവൾക്ക് പിന്നാലെ ദർശന എന്ന പാട്ടും പാടി നടന്നേനെ. ഇതിപ്പോൾ അതുമില്ല ഇതുമില്ല. അത് കേട്ടതും പ്രിയ അവനെ ദഹിപ്പിച്ചു നോക്കി തൻ്റെ കയ്യിലെ മോതിരം വലിച്ചെടുക്കാൻ ശ്രമിച്ചു. ഊരരുത്, ഞാനൊരു തമാശ പറഞ്ഞതാ. എനിക്ക് നീ മതി, നിന്നെ മാത്രം മതി. ആദ്യം അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവനെ നോക്കി പേടിപ്പിച്ചു. അപ്പോൾ നീ ഒരു കോഴിയാണല്ലേ? ചെറുതായി ആയിരുന്നു, ഇപ്പോഴല്ല, സത്യം. വേണ്ട, എന്നോട് മിണ്ടണ്ട. സോറി, അവരിങ്ങോട്ട് നോക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി തിരിച്ചൊരു കുഞ്ഞു പുഞ്ചിരി, അത്രയേ ഉള്ളൂ. പോടാ, എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് അവൾ അവനെ ശ്രദ്ധിക്കാതെ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. പ്രിയ, നിൽക്ക്. വേണ്ട, എന്നോട് മിണ്ടണ്ട. അവൾ അത്രയും പറഞ്ഞ് അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. തൻ്റെ കാറിനരികിൽ പ്രിയയും കാത്ത് രേവതിയും മിന്നുവും പൂജയും നയനയും ഉണ്ടായിരുന്നു. അവരെ കണ്ടതും ആദ്യം ഒരു ചെറുചിരിയാലെ അവരുടെ അരികിലേക്ക് നടന്നു. ആദ്യയെ കണ്ടതും രേവതി ഒന്ന് ചിരിച്ചു.
ഇത് ആൻറ്റി പിടിക്ക്, നമ്മുടെ യൂണിയൻ ഇനോഗ്രേഷൻ്റെ നോട്ടീസ്. ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത് ആൻറ്റിയാണ്. പരിപാടി നല്ല രീതിയിൽ നടത്താൻ ആൻറ്റിയുടെ പരിപൂർണ പിന്തുണയും സഹകരണവും വേണം. രേവതിക്ക് നേരെ നോട്ടീസ് നീട്ടിക്കൊണ്ട് ആദി പറഞ്ഞു. ഉറപ്പായുണ്ടാവും എന്നും പറഞ്ഞ് അവർ നോട്ടീസിൽ ഒന്ന് കണ്ണോടിച്ചു. ആദി, ഇതെന്താ ചീഫ് ഗസ്റ്റിൻ്റെ പേര് സ്ട്രൈക്ക് ചെയ്തേക്കണേ? അത് പിന്നെ ആൻറ്റി, ആദ്യം വരാമെന്ന് പറഞ്ഞ ഗസ്റ്റ് ഞങ്ങൾ നൈസായി തേച്ചു. ഇപ്പോൾ പുതിയൊരാളാണ് ഗസ്റ്റിൻ്റെ പേര് സീക്രട്ടായി കീപ്പ് ചെയ്യാനാണ് ഓർഡർ. അങ്ങനെയാണെങ്കിൽ പുതിയൊരു നോട്ടീസിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് ഒതുക്കി. ഞങ്ങളുടെ പാർട്ടിക്ക് വരുമാനം ഇത്തിരി കുറവാണേ. ആൻറ്റിയെ പോലുള്ളവരുടെ നല്ല മനസ്സുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് കാര്യമായ വരുമാനമൊന്നും ഇല്ലെന്ന്. ആദിയുടെ അച്ഛൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ടല്ലോ, നല്ലൊരു എമൗണ്ട് സംഭാവനയായി വാങ്ങിച്ചൂടെ? ഹേ, അത് ശരിയാവില്ല. പാർട്ടിക്ക് വേണ്ടി ഞാൻ എൻ്റെ അച്ഛന് മുന്നിൽ കൈ നീട്ടിയിട്ടുമില്ല, ഇനി നീട്ടാനും പോണില്ല. അല്ലെങ്കിലേ അച്ഛൻ എന്നോട് പുച്ഛമാണ്. ഞാനിതിൻ്റെ പിന്നാലെ നടന്നു പഠിപ്പുഴപ്പി നടക്കുന്നു എന്നൊരു പറച്ചിൽ അച്ഛനുണ്ട്. ഞങ്ങളുടെ ഖജനാവ് കാലിയാണെന്ന് അച്ഛനെ അറിയിച്ച് നാണം കെടണോ? ആദിയുടെ പറച്ചിൽ കേട്ട് രേവതി ഒന്ന് ചിരിച്ചു. ആദിയുടെ അച്ഛൻ പറയുന്നതും ന്യായമാണ്. കോളേജ് ലൈഫ് തീരുന്നതോടെ ഇതൊക്കെയും വെറും ഓർമ്മകളായി മാറും. പക്ഷേ ജീവിതം പിന്നെയും നമുക്ക് ജീവിച്ച് തീർക്കണ്ടേ? ആദി ഇങ്ങനെ ഉഴപ്പിയാൽ എങ്ങനെ ശരിയാവും? അതുകൊണ്ട് ആദി കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഇവിടെയും ഉപദേശം. ഇങ്ങനെ എല്ലാവരും കൂടെ ഉപദേശിച്ചു ഞാനിപ്പോൾ നന്നായി പോകുമോ എന്നാണ് എൻ്റെ ഒരു പേടി. അപ്പോൾ നിനക്ക് നന്നാവാൻ ഉദ്ദേശമില്ല അല്ലേ? അങ്ങനെയല്ല ആൻറ്റി, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇന്നെന്നെ പലതും പറഞ്ഞ് തളർത്തിയവരൊക്കെ ഒരു നാൾ എന്നെ അംഗീകരിക്കും. അവരെന്ന് പറയും, ആദി നീ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു ശരി, ഇല്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കും. അതെൻ്റെ വാശിയാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അതിനിടയിൽ നിന്നെ കാത്തിരിക്കാൻ ഒരാളുണ്ടെന്ന ഓർമ്മ കൂടി വേണം. ആ ഓർമ്മ എനിക്കുണ്ടാവും ആൻറ്റി. ഈ പറഞ്ഞ ആൾക്കേ ആ ഓർമ്മ ഉണ്ടാവോ എന്ന പേടിയേ ഉള്ളൂ. പ്രിയയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ആദ്യം അത് പറഞ്ഞതും ഇത്രയും നേരം അവൻ്റെ മുഖത്തേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചു കൊണ്ടിരുന്നവൾ അവൻ്റെ പാളിയുള്ള ആ നോട്ടം കണ്ട് അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു. ഒന്നും അറിയാത്ത പോലെ എങ്ങോട്ടോ മിഴികളോ നീരുന്നു. ഞങ്ങൾ പോവാ. പിന്നെ ദാ പിടി, ഇനിയിപ്പോൾ ഇതില്ലാതെ നിന്റെ പാർട്ടി പ്രവർത്തനം മന്ദഗതിയിലാവണ്ട എന്നും പറഞ്ഞ രേവതി തൻ്റെ ബാഗിൽ നിന്നും കുറച്ച് നോട്ടുകൾ എടുത്ത് ആദിക്ക് നേരെ നീട്ടി. താങ്ക് യു ആൻറ്റി. അപ്പോൾ റിസീപ്റ്റ് വേണ്ടേ? വേണമെന്നില്ല. അതും പറഞ്ഞ് അവർ വണ്ടിയുടെ ലോക്കെടുത്ത് ഡോർ തുറന്ന് അകത്ത് കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. പിറകിൽ ഒരു വലിയ പണക്കാരിരിപ്പുണ്ടല്ലോ, അങ്ങോട്ട് ചോദിച്ചു നോക്ക്. കാര്യമായി എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി രേവതി ആദ്യോടെന്ന പോലെ പറഞ്ഞു. ആൻറ്റി, ഞങ്ങളെ എതിർ പാർട്ടിക്കാരുടെ സംഭാവന സ്വീകരിക്കാറില്ല. അതിൽ പരം അപമാനം വേറെയുണ്ടോ? ശരി എന്നാൽ പോട്ടെ എന്നും പറഞ്ഞ് രേവതി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തതും ആദ്യം തൻ്റെ കൂട്ടുകാരുടെ അരികിലേക്ക് നടന്നു. ആൻറ്റി, ഞാൻ 2 ദിവസം ആൻറ്റിയുടെ കൂടെയാ. കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് നയന അത് പറഞ്ഞതും പുറകിലിരിക്കുകയായിരുന്ന 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നല്ലതാ. അത്രയും മാത്രം പറഞ്ഞ രേവതി സ്റ്റീരിയോയിൽ നിന്നുയരുന്ന മനോഹരമായ തമിഴ് മെലോഡിയസ് സോങ് ആസ്വദിക്കാൻ തുടങ്ങി. എൻ്റെ മാഡം, എന്നും രാവിലെയും വൈകുന്നേരം ഈ പാട്ട് തന്നെയാണല്ലോ ഇതിൽ കേൾക്കാറുള്ളത്, വേറെ പാട്ടൊന്നുമില്ലേ? മിൻഹയുടെ ഈ ചോദ്യം കേട്ട് രേവതി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പാട്ടിലെ വരികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വല്ലാത്തൊരു ഫീലിംഗ്. ഒരു പാട്ടിലെ ഓരോ വരികളുടെ മീനിങ് ഉൾക്കൊണ്ട് പാട്ട് ആസ്വദിച്ചാൽ നമുക്ക് ആ പാട്ടിനോടെ പ്രത്യേക ഇഷ്ടം തോന്നും. അങ്ങനെ എനിക്ക് പ്രത്യേക ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. ഈ പാട്ടുകാരനെയും ഒരുപാട് ഇഷ്ടമാണ്. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നതും അയാൾ തന്നെയാണ്, ദേവ്ദത്ത്. പതിയിൽ നിന്നുതിർന്ന വാക്കുകൾ കേട്ടതും പ്രിയയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇന്ന് യൂണിയൻ മീറ്റിംഗിൽ ചീഫ് ഗസ്റ്റിൻ്റെ പേര് ചെറുതായി സൂചിപ്പിച്ചിരുന്നു. ചീഫ് ഗസ്റ്റിൻ്റെ പേര് ഒരു കാരണവശാലും പുറത്തു പോകരുതെന്നും പറഞ്ഞിരുന്നു. താനൊഴികെ ബാക്കിയെല്ലാവരും അവരുടെ പാർട്ടിയാണല്ലോ, അതുകൊണ്ട് ആരും പുറത്ത് പറയില്ല. പിന്നെ തന്നാദിക്കിപ്പോൾ വലിയ വിശ്വാസമാണല്ലോ. പ്രിയ ചിന്തിച്ചു പോയി. മാം പറഞ്ഞ ഈ ദേവദത്ത് തെന്നിന്ത്യൻ സംഗീത രാജാവ് അയാൾ തന്നെയാണോ? പ്രിയയുടെ ആയിരുന്നു ആ ചോദ്യം. ഫേമസ് മ്യൂസിക് ഡയറക്ടറാണ്. പ്രിയ ആളുടെ പാട്ട് കേൾക്കാറുണ്ടോ? ഇല്ല, പക്ഷെ അറിയാം. പ്രിയ അത്രയും മാത്രം പറഞ്ഞു നിർത്തി. പിന്നീട് പ്രിയയുടെ ശ്രദ്ധയും ആ പാട്ടിലേക്ക് തിരിയുകയായിരുന്നു. തനിക്ക് കുളിച്ച് ഫ്രഷായി മാറിയെടുക്കാൻ ഒന്നുമില്ലല്ലോ, എന്ത് ചെയ്യും എന്ന് കരുതി ചിന്തിച്ച് നിൽക്കുന്ന നയനയുടെ അരികിലേക്ക് പ്രിയ ഒരു ജോഡി ഡ്രസ്സുമായി ചെന്നു. പ്രിയ തനിക്ക് നേരെ നീട്ടിയ ഡ്രസ്സിലേക്കും അവളുടെ മുഖത്തേക്കും നയന മാറി മാറി നോക്കി. വാങ്ങിക്ക്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, നയന ഇട്ടോളൂ. വേണ്ട. താല്പര്യമില്ലാത്ത മട്ടിൽ നയന അത്രമാത്രം പറഞ്ഞു മുഖം തിരിച്ചു. അപ്പോൾ നയനക്കെന്നോടുള്ള ദേഷ്യം ഇതുവരെ പോയിട്ടില്ല അല്ലേ? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല.
ശരി, ഇത് വേണ്ടെങ്കിൽ വേണ്ട, വാ നമുക്ക് പോയി 2-3 വാങ്ങിച്ചു വരാം. മാമിൻ്റെ കാറും എടുക്കാം. അതൊന്നും വേണ്ട, അതിങ്ങ് തന്നേക്ക് എന്നും പറഞ്ഞ് പ്രിയയുടെ കയ്യിൽ നിന്നും ആ ഡ്രസ്സ് വാങ്ങി നയന വാഷ്റൂമിലേക്ക് നടന്നു. നയന പോയതും മിന്നുവും പൂജയും പ്രിയയുടെ അരികിലേക്ക് വന്നു. ഇനി മുതൽ നന്മമരം ആയിക്കോളാന്ന് നീ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? അവൾക്ക് വേണ്ടെങ്കിൽ അങ്ങ് പോവാൻ പറ. അല്ലാതെ പിന്നെയും പിന്നെയും നീ എന്തിനാ അവളെ നിർബന്ധിക്കാൻ പോയത്? നേരത്തെ അവൾ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോൾ പാവം തോന്നി അവളോട് എന്തേലും മിണ്ടിയേക്കാം എന്ന് കരുതി ഞാൻ ചെന്നപ്പോൾ അവൾക്ക് പുച്ഛം. എന്നോട് പറയുക ലീവ് മീ അലോൺ. അതോടെ ഞാൻ നിർത്തി. എനിക്ക് തോന്നുന്നില്ല അവൾ നന്നായെന്ന്. ഇങ്ങനെ പോയാൽ അവൾ നിങ്ങളെ കളിയിൽ ചതിക്കില്ലെന്ന് എന്താ ഉറപ്പ്? മിന്നു തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. ശരിയാ, എനിക്കും ആ പേടിയുണ്ട്. പ്രാക്ടീസ് ടൈമിൽ അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എങ്കിലും എന്തോ ഒരു പേടി. പൂജ മിന്നുവിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. എന്നിട്ടും പ്രിയയിൽ ഭാവവ്യത്യാസമൊന്നും ഇല്ല എന്നറിഞ്ഞ പൂജ അവളെ സംശയത്തോടെ നോക്കി. പ്രിയ, എന്താ നിന്റെ മനസ്സിൽ? നിങ്ങൾ ഈ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു മൂവ്മെൻ്റാണ് എൻ്റേതെന്ന് കൂട്ടിക്കോ. ബാക്കിയൊക്കെ പിന്നീട് പറയാം. ഞാനിപ്പോൾ പോയി നയന മോൾ ഒന്ന് സ്നേഹിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് പ്രിയ നയനയുടെ അരികിലേക്ക് നടന്നതും പ്രിയയും മിന്നുവും കാര്യം മനസ്സിലാവാതെ മുഖത്തോട് മുഖം നോക്കി. അന്ന് മുഴുവൻ പ്രിയ നയനയ്ക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്തു. മിന്നുവിനോടും പൂജയോടും പെരുമാറുന്ന പോലെ സ്നേഹത്തോടെ പെരുമാറി. നയനയും പ്രിയയും ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടന്നത്. ഉറക്കത്തിനിടയിലാണ് നയനയ്ക്ക് പീരീഡ്സിൻ്റെ വയറുവേദന വരുന്നത്. വേദനയുടെ കാഠിന്യത്തിൽ നയനയിൽ നിന്നും ഞരക്കങ്ങൾ ഉയർന്നു വന്നു. അത് കേട്ടിട്ടാണ് പ്രിയ ഉറക്കമുണരുന്നത്. പ്രിയ കാര്യം അന്വേഷിച്ചതും നയന വയറുവേദനയാണെന്ന് മാത്രം പറഞ്ഞു. വേദന കൊണ്ട് പുളയുന്ന അവളെ കണ്ട് പ്രിയക്ക് അന്നേരം വിഷമം തോന്നി. അതിൻ്റെ വേദന തനിക്കും അറിയാവുന്നതാണല്ലോ എന്ന് കരുതി അവൾ മറ്റുള്ളവരെ ഒന്നും വിളിച്ചുണർത്താൻ നിൽക്കാതെ അടുക്കളയിൽ ചെന്ന് ഉലുവയും ജീരകവും ഇഞ്ചിയും ഒക്കെ ചേർത്ത് അവൾക്കറിയാവുന്ന രീതിയിൽ ഒരു മരുന്നുണ്ടാക്കി കൂടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹോട്ട് ബാഗിൽ ചൂടുവെള്ളവും നിറച്ച് മുറിയിലേക്ക് ചെന്നു. തനിക്ക് വേണ്ടി പ്രിയ അതൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ നയനയ്ക്ക് അത്ഭുതം. തനിക്കുണ്ട് ഫ്രണ്ട്സ്. മുൻപ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഇതുപോലെ വയറുവേദന എടുത്ത ഒരെണ്ണം പോലും ഉറക്കം കളഞ്ഞ് സഹായിക്കാറില്ല. നയന പ്രിയ കൊടുത്ത മരുന്ന് കുടിച്ച് ഹോട്ട് ബാഗും വെച്ച് കിടന്നു. ഇടയ്ക്കിടെ പ്രിയ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു വേദന കുറവുണ്ടോ എന്ന്. അന്നേരം നയനയ്ക്ക് പ്രിയ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രിയ കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്ന് നയനെ തന്നെ നോക്കിയിരിപ്പാണ്. പിന്നീട് എപ്പോഴോ വേദന കുറഞ്ഞതും നയന ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിന്നീടുള്ള 2 ദിവസങ്ങളിൽ നയനയുമായി പ്രിയ നല്ലോണം അടുത്തു. അതിൻ്റെ കൂടെ പൂജയും മിന്നുവും കൂടി. ആ 2 ദിവസവും 4 പേരും എല്ലാം മറന്ന് ഡാൻസും പാട്ടും ഷട്ടിൽ കളിയും പുറത്തു പോയി കറങ്ങിയും സിനിമ കണ്ടും ഒക്കെ അടിച്ചു പൊളിച്ചു. അന്നേരം നയനയെ അവരാരും വേർതിരിച്ച് കണ്ടിരുന്നില്ല. അവരുടെ കൂടെയുള്ള നിമിഷങ്ങളിൽ നയനയും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഇടയ്ക്കെപ്പോഴോ നിമിഷ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും നയനയുടെ മനസ്സും ബുദ്ധിയും തമ്മിൽ വലിയ പിരിമുറുക്കം തന്നെ നടന്നുകൊണ്ടിരുന്നു. കോളിംഗ് ബെൽ കേട്ടിട്ടാണ് ആദ്യ ഡോർ തുറക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന പ്രിയയെ കണ്ടതും അവൻ ചെറുചിരിയാലെ അവൾ അകത്തേക്ക് സ്വീകരിച്ചു. പ്രിയ അകത്തേക്ക് കയറി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു, നന്ദിനി മേഡം എവിടെ? കണ്ടില്ലല്ലോ. അത് പിന്നെ അമ്മ ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയതാ? അമ്മയും അച്ഛനും അച്ഛൻ്റെ തറവാട്ടിൽ പോയി. ഇനി രാത്രിയാകുമ്പോഴേ മടങ്ങി വരുള്ളൂ. അപ്പോൾ നേരത്തെ വിളിച്ചപ്പോൾ നീ എന്താ അത് പറയാഞ്ഞത്? അത് പറഞ്ഞാൽ നീ വരില്ല എന്നെനിക്കറിയാലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അവൾക്ക് നേരെ പുരികം പൊക്കിക്കൊണ്ട് അവനത് പറഞ്ഞു. പിന്നീട് അവൾക്ക് നേരെ ചുവടുകൾ വെച്ചതും അവൾ ഒരു തരം വിറയലോടെ പിന്നിലോട്ട് നീങ്ങി. ആദി, എന്താ നിന്റെ ഉദ്ദേശം? ഇതാണ് നിന്റെ വെൽക്കം സ്പീച്ച്. തൽക്കാലം എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. എനിക്കറിയാവുന്ന പോലെ അങ്ങ് സ്പീച്ചിക്കോളാം. ഞാൻ പോവാണ്. പ്രിയ അത് പറയുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സെറ്റിയിലേക്ക് അവൾ വീണു പോയിരുന്നു. എൻ്റെ ബട്ടർഫ്ലൈ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ പേടിപ്പിക്കാനൊന്നും പോണില്ല. എനിക്കതെന്താണെന്ന് പോലും അറിയില്ല. എനിക്ക് കുറച്ചു നേരം ഇതുപോലെ നിന്റെ അരികിൽ ചേർന്നിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു ദുരുദ്ദേശവും ഇല്ല, സത്യം. സെറ്റിയുടെ ഇരു സൈഡിലും തൻ്റെ ഇരു കൈയും വെച്ചുകൊണ്ട് അവളെ ലോക്ക് ചെയ്ത് വെച്ച് ആദ്യത് പറഞ്ഞതും അവൾക്ക് ഇത്തിരി ആശ്വാസം തോന്നി. പക്ഷെ അവൻ്റെ ആ സാമീപ്യം അതവളെ തളർത്തി. അവൻ്റെ നിശ്വാസം മുഖത്തേക്ക് തട്ടിയതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവൻ്റെ കണ്ണുകളിലെ അന്നേരത്തെ ഭാവം താങ്ങാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. പ്രിയ, ഇങ്ങോട്ട് നോക്കിക്കേ. അവളുടെ മുഖത്തേക്ക് പതിയെ ഊതിക്കൊണ്ടവൻ അവളെ വിളിച്ചു. പ്രിയ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛനും അമ്മയും പോകുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഏതോ ഒരു അകന്ന ബന്ധു മരിച്ചത്രേ, അതാ അവർ പോയത്. അമ്മ ഇല്ലെങ്കിൽ എന്താ? നിനക്കെന്നെ പേടിയുണ്ടോ? ആദിയുടെ ആ ചോദ്യം കേട്ടതും പ്രിയ സ്വബോധത്തിലേക്ക് വന്നു. അവനെ പിടിച്ച് തള്ളി. അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് വേച്ചുപോയി. നിന്നെയോ? പേടിയോ? അതും എനിക്ക്? നല്ല കാര്യമായി. പ്രിയ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. പേടിയില്ലേ? എനിക്ക് പേടിപ്പിക്കട്ടെ? പേടിപ്പിക്കാൻ നീങ്ങ് വാ, ഞാൻ നിന്ന് തരാം.
പ്രിയ അത് പറഞ്ഞു കഴിഞ്ഞതും അവൻ പ്രിയയെ എടുത്തുയർത്തി തോളിലിട്ട് സ്റ്റെയർ കയറാൻ തുടങ്ങി. ആദി, എങ്ങോട്ടായി പോണത്? പ്രിയ അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീയല്ലേ പറഞ്ഞത് പീഡിപ്പിക്കാൻ പോവുക. ആദി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടാവുന്നില്ല. വിടാൻ. പ്രിയ കുതറി മാറിക്കൊണ്ടേയിരുന്നു. പ്രിയെ ദേഷ്യം പിടിപ്പിക്കാനെന്ന വണ്ണം ആദി ഡാഡി മമ്മി വീട്ടിലില്ല എന്ന പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ആദിയുടെ പാട്ടും കൂടി ആയതും പ്രിയക്ക് ദേഷ്യം വന്നു. അവൻ്റെ കഴുത്തു നോക്കി നല്ലൊരു കടി വെച്ചു കൊടുത്തതും ആദി വേദന കൊണ്ട് ഒന്ന് ഏങ്ങിപ്പോയി. എങ്കിലും അവളിൽ നിന്നുള്ള പിടിവിട്ടില്ല. ആദി തൻ്റെ മുറിയുടെ ഡോർ തുറന്നു അവളെ ബെഡിലിരുത്തിയ ശേഷം അവൾ കടിച്ചിടം ഒന്നൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്തൊരു കടിയാ എൻ്റെ ബട്ടർഫ്ലൈ നീ കടിച്ചത്? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നീ ഉദ്ദേശിച്ച കാര്യം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴൊന്നും ആഗ്രഹിക്കാനും പോണില്ല. പോരെ, കുറച്ചു നേരം സംസാരിക്കാലോ എന്ന് കരുതി. എൻ്റെ ദൈവമേ, എന്തൊരു പെണ്ണായത്. ബ്ലഡി അൺറൊമാൻറ്റിക് മൂരാച്ചി വൈഫ്. സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിച്ചാൽ പോരെ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? പ്രിയ അവന് നേരെ കൂർപ്പിച്ചൊരു നോട്ടം നൽകിക്കൊണ്ട് പറഞ്ഞു. അവിടെ ആകുമ്പോഴൊക്കെ ഒരു ഫീല് കിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിയേണ്ട മുറിയാണല്ലോ. അതുകൊണ്ട് ഈ മുറിയെ സാക്ഷി നിർത്തി കുറച്ച് ഭാവി കാര്യങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒരുമിച്ച് നെയ്ത് കൂട്ടാന്ന് കരുതി. അത്രേ ഉള്ളൂ. എനിക്കങ്ങനെ നെയ്ത് കൂട്ടാനായിട്ടേ സ്വപ്നങ്ങളുമില്ല, ഒരു തേങ്ങയുമില്ല. മൂട് പോയി. നീ എന്താ പ്രിയ ഇങ്ങനെ? അപ്പോൾ നമ്മുടെ പഠിത്തം, ജോലി, കല്യാണം, ഫസ്റ്റ് നൈറ്റ്, ഹണിമൂൺ, കുഞ്ഞുങ്ങൾ, അവരുടെ പഠിത്തവും കല്യാണം അതൊക്കെ എങ്ങനെയായിരിക്കണം എന്നൊന്നും പ്രിയ ആഗ്രഹിക്കുന്നില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെയും മൂട് പോയി. പ്രിയ, നീ റൊമാൻറ്റിക്കിൽ വളരെ വീക്കാണ്. ഇതൊന്നും ശരിയാവില്ല കേട്ടോ. നീ 2-3 റൊമാൻറ്റിക് മൂവിയോ വല്ല ഹിന്ദി സീരിയലോ കണ്ടേ ഇതൊക്കെ പഠിക്കണം. തൽക്കാലം നീ ഇവിടെ ഇരിക്ക്. പേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. അതുമല്ല, എനിക്ക് നല്ല കൺട്രോളുമാണ്. പിന്നെ ഞാൻ ഈ മുറിയുടെ ഡോർ ക്ലോസ് ചെയ്യുന്നില്ല. ഇൻ കേസ് എൻ്റെ കൺട്രോളെങ്ങാനും പോയാൽ നിനക്ക് ഓടി രക്ഷപ്പെടാലോ. ആദ്യ പറഞ്ഞത് കേട്ടതും പ്രിയയിൽ സ്ഥിരം സ്ഥായി ഭാവം, അണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കൽ. ഇല്ല, പോവില്ല, ഒരിക്കലും പോവില്ല, പോവേയില്ല, പോരെ. അതും പറഞ്ഞ ആദി അവൾക്ക് നേരെ ഒരു പേപ്പർ നീട്ടി. എന്താ ഇത്, ലവ് ലെറ്ററാ? നിനക്കിപ്പോൾ പ്രേമം തലക്ക് പിടിച്ചിരിക്കുന്ന അവസ്ഥ ആണല്ലോ. കുത്തിയിരുന്ന് എഴുതി കാണും. ഏടാ ആ പറച്ചിൽ കേട്ടതും ആദി പറഞ്ഞു, തുറന്നു നോക്ക്. പ്രിയ അത് തുറന്നു നോക്കി. പ്രോഗ്രാമിൻ്റെ അന്ന് അവൾക്ക് പറയാനുള്ള വെൽക്കം സ്പീച്ചായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇതിങ്ങനെ എഴുതി റെഡിയാക്കിയിരിക്കുകയായിരുന്നോ? എനിക്കിതൊന്ന് വാട്സാപ്പ് ചെയ്താൽ പോരായിരുന്നോ? എന്നെ ഇവിടം വരം വരുത്തിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. നീ ഇവിടെ അധികം നേരം നിന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കെന്നെ കാണണമെന്നോ സംസാരിക്കണമെന്നോ ഒരുമിച്ചിരിക്കണമെന്നോ ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് നീ പോകുന്നത് തന്നെയാണ് നല്ലത്. പോയിക്കോ. ആദിയുടെ വാക്കുകളിൽ പരിഭവം കലർന്നിരുന്നു. ഏക്കത് മനസ്സിലാവുകയും ചെയ്തു. എന്നാ ഞാൻ പോട്ടെ ആദി. അവൾ പറഞ്ഞത് കേട്ടതും അവൻ ചെറുതായി ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. ആദി, ഞാൻ പോവാണേ. പൊയ്ക്കോന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ആദിക്ക് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടണ്ടേ? വേണ്ട. ആദി അവളിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ചു എങ്ങോട്ടോ മിഴികളൂന്നിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. ആൾക്കത് വിഷമമായെന്ന് പ്രിയക്ക് മനസ്സിലായി. ചെറുതായി പിണക്കം മാറ്റിയേക്കാം എന്ന് കരുതി അവൾ അവന് പിന്നിലൂടെ ചെന്ന് ഇറുകെ പുണർന്നു. അവളുടെ ആ പ്രവൃത്തിയിൽ ആദിയുടെ മുഖം വിടർന്നുവെങ്കിലും അവൻ അവളെ തിരിഞ്ഞു നോക്കിയില്ല. എന്താ പോണില്ലേ? ആദി മുഖം തിരിക്കാതെ തന്നെ ചോദിച്ചു. നമ്മുടെ പഠിത്തം, ജോലി, കല്യാണം, ഫസ്റ്റ് നൈറ്റ്, ഹണിമൂൺ, കുട്ടികൾ, അവരുടെ പഠിത്തം, അവരുടെ കല്യാണം, അതിനെക്കുറിച്ചൊന്നും പ്ലാൻ ചെയ്യേണ്ട ആദി. നീ എന്നെ കളിയാക്കിയതാണെന്നേ എനിക്ക് മനസ്സിലായി. എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അത് നീയുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നീ പോയിക്കോ. അവസാനം ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴേ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു വരാൻ പാടില്ല. ഞാൻ എൻ്റെ സ്വപ്നത്തിനനുസരിച്ചേ പ്രവർത്തിക്കൂ. ആണോ? എങ്കിൽ കുഞ്ഞുങ്ങളെപ്പറ്റി സ്വപ്നം കാണുമ്പോഴേ ഒരുപാടൊന്ന് കയറി കണ്ടേക്കരുതാതി. എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാവുന്നതേ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. പ്രിയ കുറുമ്പോടെ പറയുന്നത് കേട്ടതും ആദിയുടെ മുഖം വിടർന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുമിച്ച് കാണാന്ന്. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു അവളുടെ ഇടുപ്പിൽ കൈയിട്ട് അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ശരീരം മുഴുവനായും അവളിൽ അമർന്നതും അവളിലൂടെ ഒരുതരം വിറയിൽ കടന്നുപോയി. നമുക്ക് ഇതുപോലെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ടേ കുറച്ചു നേരം സ്വപ്നം കാണാം. എന്നിട്ട് ബാക്കി ഇരുന്നിട്ടോ കിടന്നിട്ടോ എങ്ങനെ വേണേലും കാണാൻ ഞാൻ റെഡിയാണ്. കള്ളച്ചിരിയാലെ അത് പറഞ്ഞവൻ അവളെ ഇറുകെ പുണർന്നതും അവളും തിരികെ അവനെ പുണർന്നു. കുറച്ചു നേരം ഇരുവരും അങ്ങനെ നിന്നതും ആദ്യം അവളെയും കൊണ്ട് ബെഡിലേക്ക് അങ്ങനെ തന്നെ മറിയുകയായിരുന്നു. അവളെ ഇറുകെ പുണർന്നു കൊണ്ടവൻ ഒന്ന് മറിഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അവളുടെ മേലെയാണ് അവനിപ്പോൾ ഉള്ളത്. എന്താ ആദി, എഴുന്നേൽക്ക്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോവൂട്ടോ.
എങ്ങനെയാണെങ്കിൽ അവളുടെ കവിളിലേക്ക് ഒന്ന് മുത്തിക്കൊണ്ടവൻ ചോദിച്ചു. ദേ ആദി, വേണ്ട. എന്ത് വേണ്ടെന്ന്? പറ ആദി, പ്ലീസ്. അത് പറ്റില്ല, എനിക്ക് ചിലതൊക്കെ വേണം. ലിമിറ്റ് വിട്ട് ഞാൻ പെരുമാറില്ല, പോരെ? അതും പറഞ്ഞവൻ അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. ആദിയുടെ ആ വശ്യമായ നോട്ടം അവളെ തളർത്താൻ തുടങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നാസികയിലൂടെ താഴേക്ക് അരിച്ചിറങ്ങി അവളുടെ അധരങ്ങളിൽ എത്തി നിന്നു. അവളുടെ ചുണ്ടുകളിൽ ഒന്ന് മുത്തിക്കൊണ്ടവൻ അവളുടെ ചുണ്ടുകൾ മുഴുവനായും കവർന്നെടുത്തു. വളരെ മൃദുവായി അവളുടെ അധരങ്ങളിലെ തേൻ നുകരാൻ തുടങ്ങി. ഏറെ നേരത്തിനു ശേഷം അവൾ തളർന്നു തുടങ്ങിയതും അവൻ അവളുടെ അധരങ്ങൾ മോചിപ്പിച്ചു. പ്രിയ. അവൾ നേർമയായി ഒന്ന് മൂളി. എന്നെ നിനക്ക് അത്രയ്ക്കും വിശ്വാസമില്ലേ? അവളുടെ മൂക്കിൽ മൂക്കുരസിക്കണ്ടവൻ ചോദിച്ചു. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പിന്നെ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നിന്റെ കയ്യിൽ നിന്ന് പോയാലോ എന്നൊരു പേടി. പോയാലെന്താ, നീ എൻ്റെ സ്വന്തമല്ലേ? എന്നായാലും ഇതൊക്കെയും കാണേണ്ടതും സ്വന്തമാക്കേണ്ടതും ഞാൻ തന്നെയല്ലേ? തന്നെ നോക്കി കുറുമ്പോടെ പറയുന്നവൻ്റെ കയ്യിലവൾ ചെറുതായി ഒന്ന് നുള്ളി. ആ, വേദനിപ്പിക്കാതെ പെണ്ണെ, ഞാനിതൊന്ന് മുഴുവനാക്കിക്കോട്ടെ. അതും പറഞ്ഞവൻ അവളുടെ തൊണ്ടക്കുഴിയിൽ തൻ്റെ ചുണ്ടമർത്തിയതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളിലെ പെണ്ണിനെ തളർത്താൻ അവൻ്റെ ആ ഒറ്റ ചുംബനം മതിയായിരുന്നു. തൻ്റെ പ്രവൃത്തിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന അവളുടെ ജാക്കറ്റിൻ്റെ സിബിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി. അവൻ്റെ കൈ സിബിലേക്ക് നീണ്ടതും അതിൻ്റെ മേലെ അവളുടെ പിടി വീണു. അത് വേണ്ട പ്രിയ, പ്ലീസ്. ഇത് വേണ്ടെന്നേ. കൂടുതലൊന്നും ഉണ്ടാവില്ല, ഉറപ്പ്. പ്ലീസ് പ്രിയ, നീ എൻ്റേതല്ലേ, പിന്നെന്താ? അവൾക്കന്നേരം എതിർക്കാൻ തോന്നിയില്ല. അവളിട്ടിരിക്കുന്ന മെറൂൺ കളറിലുള്ള ജോർജറ്റ് ജാക്കറ്റിൻ്റെ സിബ് പതിയെ താഴ്ത്തി ജാക്കറ്റ് ഇരു സൈഡിലേക്ക് അകത്തി വെച്ചതും അതിനകത്തിട്ടിരിക്കുന്ന വെളുത്ത നിറത്തിലുള്ള ബോഡി ഫിറ്റ് ഷോൾഡർ സ്ട്രാപ്പ് ടാങ്ക് ടോപ്പ് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ കണ്ണുകൾ ആദ്യം ചെന്നുടക്കിയത് അവളുടെ മാറോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന താൻ ചാർത്തിയ താലിയിലേക്കാണ്. അവൻ്റെ മുഖമന്നേരം പൂനിലാവുദിച്ചതുപോലെ വിടർന്നു. പിന്നീട് അവൻ്റെ കണ്ണുകൾ അവളുടെ നഗ്നമായ കഴുത്തിലേക്കും തോളിലേക്കും ഇറുകിയ ടോപ്പിലൂടെ പുറത്ത് വെളിവായി കിടക്കുന്ന തുടുത്ത മാറിടത്തിലേക്കും നീണ്ടു. പിന്നീട് അവൻ്റെ കണ്ണുകൾ അവിടുന്ന് താഴേക്ക് ഒഴുകി അവളുടെ നഗ്നമായ കുഞ്ഞു വയറിലേക്കും പൊക്കിൾ ചുഴിയിലേക്കും എത്തി നിന്നു. തൻ്റെ ശരീരത്തിലേക്ക് നീളുന്ന അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചതും അവളുടെ വയറിനെ ഒന്ന് തഴുകിക്കൊണ്ടവൻ അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നതും അവളുടെ ശരീരത്തിലൂടെ വൈദ്യുത പ്രവാഹം കടന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അവനെ തടയാൻ ബുദ്ധി പറയുന്നുണ്ടെങ്കിലും മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. അവൾ തൻ്റെ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചു അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ആകമാനം ഒഴുകി നടന്നപ്പോൾ അവൻ്റെ കൈകൾ അവളുടെ വയറിൽ കുസൃതി കാട്ടി തുടങ്ങി. തൻ്റെ നാവിനാൽ അവളുടെ മാറിൻ ചുഴിയൊന്ന് തഴുകിക്കൊണ്ടവൻ അവിടം പല്ലുകൾ ആഴ്ത്തി അവൾക്ക് കുഞ്ഞു നോവ് സമ്മാനിച്ചു. അവൾ അന്നേരം ഒന്ന് കുറുകിക്കൊണ്ട് എരിവലിച്ചതും അവൻ അവളുടെ ഡ്രസ്സ് അല്പം താഴ്ത്തി അവിടം അമർത്തി ചുംബിച്ചു. അവളുടെ നഖങ്ങൾ അവൻ്റെ കഴുത്തിൽ പോറിൽ വീഴ്ത്തി തുടങ്ങി. അവളുടെ കഴുത്തിലും മാറിടിക്കിലും അവൻ തൻ്റെ ദന്തങ്ങൾ ആഴ്ത്തി അവിടം പ്രണയമുദ്രകൾ പതിപ്പിച്ചു. അവൻ സമ്മാനിക്കുന്ന സുഖമുള്ള നോവിൽ അവൾ മതിമറന്നു പോയിരുന്നു. അവളുടെ പൊക്കിൾ ചുഴിയിൽ അവനൊന്ന് അമർത്തി മുത്തിയതും തൻ്റെ അടിവയറ്റിൽ നിന്നും 1000 ചിത്രശലഭങ്ങൾ പറന്നുയരുന്ന അനുഭൂതിയാൽ അവൾ അവനെ ഇറുകെ പുണർന്നു. പിന്നീട് അവൻ അവളുടെ ടാങ്ക് ടോപ്പ് മെല്ലെ പൊക്കി അവളുടെ ഇരുമാറിലും പിടിമുറുക്കിയതും പ്രിയ കണ്ണുകൾ വലിച്ചു തുറന്നു. അവനെ പിടിച്ചു തള്ളി ധൃതിയിൽ എഴുന്നേറ്റിരുന്നു. തൻ്റെ ഡ്രസ്സ് നേരെയിട്ട് അവനെ കൂർപ്പിച്ചു നോക്കിയതും അവൻ കുസൃതി ചിരിയാലെ അവളെ പ്രണയത്തോടെ നോക്കി. ബെഡിൽ മലർന്നു കിടപ്പാണ്. എന്തൊക്കെ ആദ്യം നീ കാട്ടിക്കൂട്ടിയേ? ഞാൻ പറഞ്ഞതല്ലേ നിൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന്. ഇങ്ങനാണെങ്കിൽ ഞാൻ ഇനി നിൻ്റെ അരികിലേക്ക് വരില്ല. ഷോ, എൻ്റെ കഴുത്ത് മൊത്തം നിൻ്റെ പല്ലുകളാടുന്നതിൻ്റെ പാടുകളാണ്. ഇനി ഞാൻ എങ്ങനെ അവളുമാരുടെ മുഖത്തേക്ക് നോക്കും? എൻ്റെ കഴുത്തിലുണ്ട് നീ സമ്മാനിച്ച പ്രണയമുദ്രകൾ. കണക്കായിപ്പോയി. നിൻ്റെ കാട്ടിക്കൂട്ടലിൻ്റെ ഫലമാണത്. അങ്ങ് സഹിച്ചോ. എന്തൊരു കടിയാദ്യം നീ കടിച്ചേ, എന്തൊരു നീറ്റലാണെന്നോ. ഒന്ന് എരിവലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എവിടെ നോക്കട്ടെ? വേണേ ഞാൻ മരുന്ന് വെച്ചുതരാം. അതിൻ്റെ പേരും പറഞ്ഞ് അവസരം മുതലാക്കാലോ അല്ലേ? ഇതായിരുന്നല്ലേ നിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം കാണൽ? ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല ആദി, ഞാൻ പോവാണ്. ഇനി ബാക്കി സ്വപ്നമൊക്കെ നീ ഒറ്റയ്ക്ക് കണ്ടാൽ മതി എന്നും പറഞ്ഞവൾ എഴുന്നേറ്റ് നടന്നു നീങ്ങി.